കഴിഞ്ഞ ദിവസങ്ങളിൽ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇന്നതിൻ്റെ 7ാമത്തെ സഭ അല്ലെങ്കിൽ ലവോദിക്യ സഭയ്ക്ക് കർത്താവ് എഴുതുന്ന കത്താണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അത് ഞാൻ വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14 തൊട്ടുള്ള വാക്യങ്ങൾ. ലവോദിക്യയിലെ സഭയുടെ ദൂതൻ എഴുതുക: വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ടുകളയും. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനെന്നും അറിയാതിരിക്കുക. നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിൻ്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിനക്ക് ബുദ്ധി പറയുന്നു. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുന്നു, ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഒടുവിൽ എഴുതിയിരിക്കുകയാണ്: ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ വേദഭാഗത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവനാമത്തിനെ മഹത്വം കരയറ്റുകയും ചെയ്യുന്നു. ഈ 6 പുസ്തകങ്ങൾ അല്ലെങ്കിൽ 6 ലെറ്റേഴ്സ് കർത്താവ് പറഞ്ഞു കൊടുക്കുന്നു, യോഹന്നാൻ എഴുതിയെടുക്കുന്നു. ദൈവപ്രേരിതമായി എഴുതപ്പെട്ട പുസ്തകങ്ങളല്ലിത്. ദൈവത്താൽ ചമയ്ക്കപ്പെട്ട കത്തുകളാണ്, അല്ലെങ്കിൽ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കത്തക്കവണ്ണം ആരംഭത്തിൽ തന്നെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇപ്പോൾ കൊരിന്ത്യ ലേഖനം ഇതൊക്കെ എഴുതുന്നത് ദൈവപ്രചോദിതമായിട്ടാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണ്, അല്ലെങ്കിൽ ദൈവത്താൽ പ്രേരിതമായി എഴുതുന്നതാണ്, ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ എഴുതുന്നതാണ്. എന്നാൽ ഇത് എഴുതുന്നത് യോഹന്നാനോട് യേശു പറയുകയാണ്, നീ എഴുതാനുള്ളത് ഇങ്ങനെ എഴുതിക്കൂ എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് യോഹന്നാനെ കൊണ്ട് എഴുതിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചില പുസ്തകങ്ങളിൽ അത് റെഡ് ലെറ്ററിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ 4 പുസ്തകങ്ങളിൽ ചില യേശു പറയുന്ന വാക്കുകൾ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഈ സഭയ്ക്കുള്ള ദൂത് എഴുതുമ്പോൾ അത് റെഡ് കളറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം യേശു നേരിട്ട് പറയുന്ന കാര്യങ്ങളാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് എന്നർത്ഥം. ഈ ഇന്നത്തെ കാലത്ത് ഈ 7 സഭകൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ടർക്കിയിലാണ്. ടർക്കിയിൽ എനിക്കിവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, ഞാനൊന്ന് വരച്ച് കാണിക്കായിരുന്നു. അതൊരു മെയിൽ റൂട്ടാണ്. ഇങ്ങനെ ഒരു വര വരച്ചാൽ ടർക്കിയുടെ സൗത്ത് സൈഡിൽ ഇങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങളാണ് ഈ എഫേസോസ് തൊട്ട് ഈ അടുത്തത് സ്മിർണ. ഇങ്ങനെ ഓരോ സഭകളും ഏതാണ്ട് 40 മൈൽ 27 മൈൽ വ്യത്യാസത്തിൽ ഒരു മെയിൽ റൂട്ടിൽ കിടക്കുന്ന 7 സിറ്റികളാണ് ഈ പറഞ്ഞിരിക്കുന്ന ആ സഭകൾ. യോഹന്നാൻ ഈ ലെറ്റർ എഴുതുമ്പോൾ ആ സഭകൾ അവിടെ ഉണ്ട്, ലിറ്ററലി ഉണ്ട്. എന്നാൽ പണ്ഡിതന്മാരും ഒക്കെ ഇതിനെ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇത് കർത്താവായ യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റത് മുതൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവെങ്കിൽ സഭ എടുക്കപ്പെടുന്നത് വരെയുള്ള കാലഘട്ടങ്ങളിലേക്ക് അനുയോജ്യമായ ഒരു ലെറ്ററാണ് ഇത് എന്നുള്ളത് രീതിയിലാണ് പഠിപ്പിക്കുന്നത്. ഞാനും അങ്ങനെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഞാനതിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഉള്ള സഭകളുടെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് എക്സാം ചെയ്താൽ ഈ കൂട്ടത്തിലുള്ള എല്ലാ സഭകളെയും അതിൻ്റെ രീതിയെയും കാണാമെന്നുള്ള രീതിയിലും ഞാനതിനെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കാലഘട്ടത്തെ നമ്മൾ എടുത്തു കളയേണ്ട കാര്യമില്ല, അതൊരു നല്ല പഠനം തന്നെയാണ്.
ഇന്നത്തെ അതിൻ്റെ പേര് എസ്കി ഹിസാർ എന്നാണ്. ലവോദിക്ക എന്നുള്ള പട്ടണത്തിൻ്റെ ഇന്നത്തെ പേര് എസ്കി ഹസാർ, ടർക്കിയിലാണത്. അതിൻ്റെ ടർക്കി ഭാഷയിലുള്ള അതിൻ്റെ അർത്ഥം ഓൾഡ് ഫോർട്രസ് എന്നാണ്. എസ്കി ഹസാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ധാരാളം യഹൂദന്മാർ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. ഒരു ചെറിയ പട്ടണമാണ്, പക്ഷെ സമ്പന്നമായ ഒരു പട്ടണമാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടം. BC 62 അവിടുത്തെ റോമൻ എംപറർ ഒരു ഓർഡർ കൊടുത്തു, യഹൂദന്മാരെ കാശേക്കൽ പൊന്ന് കൊടുക്കാറുണ്ട് പാപമോചന ദ്രവ്യമായിട്ട് എല്ലാ വർഷവും പുരുഷന്മാർ. അപ്പോൾ ആ പൈസ ഇവർ ഇസ്രയേലിലേക്ക് അയച്ചു കൊടുത്തിരുന്നു ടർക്കിയിൽ നിന്നും. അപ്പോൾ ഫ്ലൈക്സ് എന്ന റോമൻ ഗവർണർ ഒരു കൽപ്പന കൊടുത്തു, ഇവിടുത്തെ സ്വർണമൊന്നും മറ്റ് രാജ്യങ്ങളിലോട്ട് കടത്തിവിടാൻ പാടില്ല എന്നൊരു ഓർഡർ കൊടുത്തു. അതായത് ഈ ദ്രവ്യം, അതായത് കാശേക്കൽ പൊന്ന് അവർ കളക്ട് ചെയ്ത് അതിൻ്റെ പാപമോചനത്തിനുള്ള ദ്രവ്യമായിട്ടാണ് കിടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പിൽക്കാലത്ത് എഴുതി, നിങ്ങളെ വീണ്ടെടുത്തത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, കർത്താവ് ദൈവത്തിൻ്റെ കുഞ്ഞാടായ ക്രിസ്തയേശുവിൻ്റെ തിരുനുണത്താലാണ് എന്ന് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കാശേക്കൽ പൊന്ന്. അപ്പോൾ ഇവർ ഈ പൊന്ന് എടുത്തിട്ട് കളക്ട് ചെയ്തിട്ട് അതെല്ലാം കൂടെ ദ്രവ്യം അയച്ചു കൊടുക്കും. അങ്ങനെ 62 AD 62 അല്ല BC 62 ഓർഡർ കൊടുത്തു റോമൻ ഗവർണറെ, ഇങ്ങനെ അയക്കാൻ പാടില്ല. പക്ഷേ ഇവർ അങ്ങനെ അന്നേലും അവർ അയക്കും. അങ്ങനെ അയച്ചത് പിടിച്ചു. 20 പൗണ്ട് സ്വർണം കണ്ടെത്തി. 20 പൗണ്ട് സ്വർണം എന്ന് പറയുമ്പോൾ അത് 400 പുരുഷന്മാർക്ക് ആശേക്കൽ പൊന്ന് വെച്ച് കൊടുക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഏതാണ്ട് 400 പുരുഷന്മാർ അല്ലെങ്കിൽ കുടുംബങ്ങൾ ഉള്ള ഒരു ആൾക്കൂട്ടം BC 62 അവിടെ ഉണ്ടായിരുന്നു. AD 67 വലിയൊരു ഭൂകമ്പം കൊണ്ട് ഈ ലവോദിസ്യ പട്ടണം നശിക്കപ്പെട്ടു. അപ്പോൾ റോമൻ എംപറർ പറഞ്ഞു, ഞങ്ങൾ അതിനുള്ള പണമൊക്കെ തരാം, നിങ്ങളിത് റീബിൽഡ് ചെയ്തോളാൻ പറഞ്ഞു. അവർ പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്കിത് പണിയാനുള്ള പണമൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ലവോദിക്ക എന്ന് പറയുന്ന പട്ടണം അത്ര സമ്പന്നമായിരുന്നു. റോമൻ എംപറർ എന്ന് പറയുന്ന ആ കാലത്തെ ഏറ്റവും വലിയ എംപയറാണ്. ആ എംപയർ ദാനം കൊടുക്കാമെന്ന് പറയുന്നത്, വേണ്ടാന്ന് ഞങ്ങൾ പണിതോളാം, ഞങ്ങൾക്ക് അതിനുള്ള ആസ്തിയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അവർ ഭൂകമ്പത്താൽ നശിക്കപ്പെട്ട പട്ടണത്തെ റീബിൽഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് പാർക്കുന്നവരാണ് ഒരു സഭയാണിത്. എന്നാൽ ഇവിടുത്തെ വെള്ളം അത്ര നല്ലതായിരുന്നില്ല. ഒരു സ്പ്രിങ്ങിൽ നിന്ന് വരുന്ന ചൂട് സ്പ്രിങ്, ഹാട്ട് സ്പ്രിങ്, ആ വെള്ളം ഒഴുകിയാണ് ഇതിലേ വരുന്നത്. ആ വെള്ളം കുടിക്കേണ്ടത്. അത് ലൂക്ക്വാമാണ്. അത് കുടിച്ചാൽ ഉടൻ നമുക്കറിയാം, വയറിളകാനായിട്ട് പണ്ട് ആളുകൾ വാട്ടവെള്ളം കുടിക്കുമായിരുന്നു. ഇതുപോലെയുള്ള വെള്ളമാണ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ സ്പ്രിങ്ങിൽ നിന്ന് വരുന്നത്. ഇത് കൊള്ളുകയില്ല. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ഇവരെന്തോ എടുത്തെന്ന് ചോദിച്ചാൽ, ഇപ്പോഴും ആർക്കിയോളജിസ്റ്റ് ഈ കാലത്ത് ഗവേഷണം ചെയ്തപ്പോൾ കാണുന്നത്, ഇപ്പോൾ യോഹന്നാൻ ഈ കഥയൊക്കെ എഴുതുന്ന കാലഘട്ടത്ത് വേറെ അടുത്തുള്ള സമീപ സ്ഥലങ്ങളിൽ നിന്ന് ഒരു വെള്ളം ഡ്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, 3 അടി നീളം വീതിയുള്ള സ്ക്വയർ ഷേപ്പിലുള്ള കല്ലുകൾ, അതിൻ്റെ നടുക്കൂടെ ഡ്രില്ല് ചെയ്ത് ഹോള്, എന്നിട്ട് ഈ കല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ട് മൈലുകൾ അകലെയുള്ള സ്ഥലത്ത് നിന്ന് നല്ല വെള്ളം ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു എന്നുള്ളതിന് തെളിവുണ്ട്. എന്നാൽ ഇത് കാലക്രമത്തിൽ അതിനും പ്രയാസമുണ്ടായി. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് ധാതുക്കളൊക്കെ പിടിച്ച് ഇതും ക്ലോഗ് ചെയ്ത ഒരവസ്ഥയിലേക്ക് വരികയും വെള്ളത്തിന് പിന്നീട് പ്രോബ്ലം ഉണ്ടായി വരാൻ എന്നൊക്കെയുള്ള കണ്ടുപിടുത്തങ്ങൾ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആർക്കിയോളജിസ്റ്റ് അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. കാൽഷ്യം കാർബണേറ്റ് എന്നുള്ള ഒരു കെമിക്കൽ അതിനകത്ത് ഫോം ചെയ്തിട്ട് അത് സെഡിമെൻ്റ് ചെയ്ത് വെള്ളം പോകാത്ത ഒരവസ്ഥയിൽ പിൽക്കാലത്തായി എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ 4000-ഓളം പുരുഷന്മാർ, യഹൂദന്മാരല്ലേ കുടുംബങ്ങളുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. യഹൂദന്മാർ എവിടെ ഉണ്ടോ അവിടെ എല്ലാം ക്രിസ്ത്യാനികൾ പോയി പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ആദ്യ ഉപദ്രവം ഉണ്ടാകുന്നത് ജാതികളിൽ നിന്നല്ല, യഹൂദന്മാരിൽ നിന്ന്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഇവർ പഠിപ്പിക്കുന്നത്, അപ്പോസ്തലന്മാരും ഈ പൗലോസ് ഉൾപ്പെടെയുള്ള അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നത്, നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു മശിഹായെ,
എന്നാൽ മശിഹ ഈ ലോകത്തിലേക്ക് വന്നു. നിങ്ങളുടെ പിതാക്കന്മാർ അവരെ ക്രൂശിച്ചു, കൊന്നു, അടക്കം ചെയ്തു. എന്നാൽ മഹാദൈവം പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്താൽ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. നിങ്ങൾ കാത്തിരുന്ന മശിഹ ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടവനെങ്കിലും ഉയർത്തെഴുന്നേറ്റ മശിഹയാണ്, യേശുവാണ് എന്ന് പഠിപ്പിക്കും. യഹൂദന്മാർക്കത് സ്വീകാര്യോഗ്യമല്ല. കാരണം അവർ പ്രതീക്ഷിക്കുന്ന അവരെ ഭരിക്കുന്നത് റോമാ ഗവൺമെൻറ്. അവരെയൊക്കെ തകിടം മറിച്ച് രാജ്യസ്ഥാപനം നടത്തി ലോകത്തെ അടക്കി ഭരിക്കുന്ന ഒരു ആളാണ് മശിഹ എന്നുള്ള കാഴ്ചപ്പാട് അവർക്കുള്ളതുകൊണ്ട് അവരെപ്പോഴും യേശുവിനെ അംഗീകരിപ്പാൻ ഒരുക്കമായിരുന്നില്ല. ഇപ്പോഴും അവരുടെ സ്ഥിതി അങ്ങനെ. ജാതികമായിട്ട് അവർക്കൊരു മാനസാന്തരം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനമൊക്കെ എഴുതുമ്പോൾ അതിൻ്റെ 10-11 അധ്യായങ്ങളിലൊക്കെ സ്പഷ്ടമായിട്ട് എഴുതിയിരിക്കേണ്ട. അവരെ തള്ളിക്കളഞ്ഞ് നിങ്ങൾ ധരിക്കണ്ട. ഇവരുടെ ഹൃദയകാഠിന്യം ജാതികളുടെ രക്ഷയ്ക്ക് ഹേതുവായി എങ്കിൽ ഇവരുടെ മാനസാന്തരം മരിച്ചവരുടെ ഉയർപ്പിനെന്നല്ലാതെ എന്താകും എന്നവിടെ എഴുതിയിട്ടുണ്ട്. ഇവരുടെ യഥാസ്ഥാനം മരിച്ചവരുടെ ഉയർപ്പിന് എന്നല്ലാതെ എന്താകും. അപ്പോൾ കർത്താവിൻ്റെ ഉയർപ്പാണ് ഇനി ഏറ്റവും സമീപ ഭാവിയിൽ നടക്കാൻ പോകുന്ന വലിയ കാര്യം. അവരുടെ യഥാസ്ഥാനം ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ 2000 കൊല്ലത്തോളം ചിതറിപ്പാർത്ത യഹൂദജാതി 1948 ഇസ്രയേലിൽ റീഗാദർ ചെയ്യപ്പെട്ടു. ഇന്നും അവിടെയുള്ള ലോകത്തിലുള്ള യഹൂദന്മാരുടെ എല്ലാ എണ്ണം നോക്കിയാൽ പകുതി ആളുകൾ പോലും ഇന്ന് ഇസ്രയേലിലില്ല. എന്നാൽ അവരുടെ യഥാസ്ഥാനം മരിച്ചവരുടെ ഉയർപ്പിനെന്നല്ലാതെ എന്താകും. അപ്പോൾ കഠിനമായ ഒരു ഹൃദയം, മാനസാന്തരപ്പെടാത്ത ഒരു ഹൃദയം യഹൂദനുണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. നമ്മുടെ മക്കൾക്ക് ഹൃദയകാഠിന്യമോ പശവോ ഉണ്ടെന്ന് വെച്ച് നമ്മളവരെ കളയുമോ? ഇസ്രയേലിനെ കുറിച്ച് ദൈവം പറയുന്നത് എൻ്റെ സ്വന്തം ജനമാണ്. ഇവർ കുഴപ്പമുണ്ട്. താമ്രം പോലെ കഠിനമാണ് നിൻ്റെ കഴുത്തെന്ന പ്രവാചകന്മാർ ഇസ്രയേലിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇവർക്ക് മാനസാന്തരം വരുന്ന ഒരു കാലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവരുടെ കാഠിന്യത്തെക്കുറിച്ച് അറിയണം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടു, ഒരു ഹമാസുമായിട്ടൊരു എഗ്രിമെൻറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് ബന്ദികളെയൊക്കെ അയക്കാൻ പോകുന്നു, ഇവർ യുദ്ധം നിർത്താൻ പോകുന്നു എന്നൊക്കെ കേട്ടു. അമേരിക്ക 4 പേപ്പറുള്ള 4 പേജുള്ള ആ ലെറ്ററൊക്കെ വായിച്ചു. വായിച്ചു അത് മധ്യസ്ഥതയെ സമർപ്പിച്ചു. കാര്യമൊക്കെ ശരിയാണ്. ഇപ്പം വന്നിരിക്കുന്നത് എന്താണെന്നറിയാമോ? യുദ്ധം ചെയ്യണമെന്നാണ്, തുടർന്ന് ചെയ്യണം. യുദ്ധം തുടർന്ന് ചെയ്യണം. ഹമാസിനെ മുഴുവൻ കൊന്നിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ആ എഗ്രിമെൻറ്റിൽ വരത്തില്ല. പിന്നെയും യുദ്ധം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ട് ലോകരാജ്യങ്ങൾ വെറുതെ ഇരിക്കുമോ? ഇവർ ഈ ഹമാസിനെ കൊല്ലുന്ന കൂട്ടത്തിൽ ഹമാസ് തന്നെയല്ലല്ലോ മരിക്കുന്നത്. പാലസ്തീനുകൾ കൊല്ലപ്പെടുന്നില്ലേ? അവരെല്ലാം മുസ്ലിങ്ങളല്ല. പലസ്തീനിയൻ ക്രിസ്ത്യൻസ് അവിടെ ഉണ്ട്. ഇവർ ക്രിസ്ത്യൻസിനെ തിരിഞ്ഞ് മാറ്റി വെച്ചേച്ചല്ല ബോംബിടുകയോ ഒക്കെ ചെയ്യുന്നെന്ന് ഓർത്തോണം. ഇല്ല, കറക്റ്റ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ ഒരു മധ്യസ്ഥത ശ്രമത്തിലേക്ക് വന്ന് ബന്ദികളെ വിടാൻ പറ്റിയൊരു ആ സമയം. ഞാൻ ഈ രാഷ്ട്രീയം പറയുകയാണെന്ന് ധരിക്കരുത്. യഹൂദനെക്കുറിച്ച് പറയുമ്പോൾ ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം അവർക്കൊരു, നമ്മൾ പറയില്ലേ മലയാളത്തിൽ, മൊശട് പിടിച്ച ഒരു രീതി എന്ന് പറയും, ഒരു സ്റ്റബേൺ നേച്ചർ. യുദ്ധം ചെയ്യണം. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. സ്പർജം പറയുക, ഈ കണ്ണിന് പകരം കണ്ണങ്ങോട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ രണ്ടുപേരും അങ്ങ് കണ്ണുപൊട്ടന്മാരാകത്തില്ലേ? യേശു പഠിപ്പിച്ചല്ലോ, ചേട്ടത്തടിച്ചാൽ മറ്റേ ചേട്ടൻ തിരിച്ച് കാണിക്കുക. അപ്പോൾ പിന്നെ കണ്ണ് വേറൊന്ന് പോകുന്ന ഒരു രീതിയില്ലല്ലോ. അപ്പോൾ ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്ന ആ വിഷയം വരുമ്പോൾ, യേശുവിൻ്റെ പഠനം വരുമ്പോൾ യഹൂദൻ്റെ വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമാണ് യേശുവിൻ്റെ ടീച്ചിങ്, സ്നേഹത്തിൻ്റെ ദൂത്. ഞാൻ യഹൂദനോട് കയ്പവും മുഷിവോ ഉണ്ടാകാൻ പറയുകയല്ല. അവർ ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ അവർ മോശട സ്വഭാവമുണ്ട്. അന്ന് നമ്മൾ പറയുന്നതിന് മർക്കിട മുഷ്ടി സ്വഭാവമുണ്ട് എന്ന് ഇല്ലെന്ന് ഉണ്ടെന്നുള്ളത് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. അപ്പോൾ ഇപ്പം നമ്മുടെ ബൈഡനൊക്കെ വളരെയേറെ വിഷമിച്ച് അമേരിക്ക വളരെ ഇൻവോൾവായി അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ സജീവമായ ഇടപെടലുകൾ കൊണ്ടുവന്ന ഒരു എഗ്രിമെൻ്റാണ് ഇതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ നമ്മൾ സക്കറിയ പ്രവാചകൻ്റെ പുസ്തകത്തിലൊക്കെ കാണുന്നുണ്ട്, അവരെ താങ്ങുന്നവരും അവർ മൂലം മുറിവേൽക്കും. അപ്പോൾ ഇവരെ ഈ എഗ്രിമെൻറ്റ് വരാമെന്ന് ബൈഡനുമൊക്കെ പ്രോമിസ് കൊടുത്തതാണ്. പല പ്രോമിസുകൾ അമേരിക്ക കൊടുത്തു ഇസ്രയേലിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട്. പക്ഷേ അവരതെല്ലാം
എടുത്ത് ദൂരെ കളയും. അപ്പോൾ താങ്ങുന്നവരും അവർ മൂലം മുറിവേൽക്കും. അവസാന കാലത്ത് ഇസ്രായേൽ സകല ജാതികൾക്കും ഭാരമുള്ളൊരു കല്ലാകും. അപ്പോൾ ഈ ക്രിസ്ത്യാനികൾ ആദ്യം മിഷണറികാരായിട്ട് പോയ കാലത്തെല്ലാം ഇവർ ചെന്നിടത്തെല്ലാം, ലവോദിക്ക ഉൾപ്പെടെ ചെല്ലുന്നിടത്തെല്ലാം ആദ്യം പ്രശ്നം ഉണ്ടാകുന്നത് ഞാൻ ചിലരെ സാത്താൻ്റെ സിനഗോഗിൽ നിന്ന് കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. അതെ, ഈ സാത്താൻ്റെ സിനഗോഗ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? യഹൂദന്മാരുടെ സിനഗോഗിനെയാണ് പറയുന്നത്, മറ്റാർക്കും സിനഗോഗില്ല. അപ്പോൾ സാത്താൻ്റെ എന്ന് പറയാൻ കാരണം യേശുവിനെ ഉൾക്കൊള്ളാതെയും യേശുവിന് എതിരായി നിൽക്കുന്നതിനെ സാത്താൻ്റെ എന്നുള്ള രീതിയിൽ അവിടെ കർത്താവ് വിശേഷിപ്പിക്കുന്നു. എൻ്റെ ഹിതമല്ല അവർ ചെയ്യുന്നത്, എന്നെ അവർ റിജക്റ്റ് ചെയ്യുന്നു. ഞാനിത് പറയുമ്പോൾ യഹൂദനോടൊരു വെറുപ്പോ കയ്പോ ആൻറ്റിസെമിറ്റിക് വ്യൂവോ വരുത്താനല്ല ഞാൻ പറയുന്നത്. ഉള്ള കാര്യങ്ങൾ പറയാതെ ഇരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറയുക. എന്നാൽ ദൈവം ഇവരോട് കരുണ കാണിക്കും. ഇവരുടെ ഈ മത്സര ബുദ്ധിയിൽ നിന്ന് അവരെ വിടുവിക്കും. കാരണം അവർ കുത്തിവെങ്കിലേക്ക് നോക്കും, ഇനി യാതൊരു രക്ഷയുമില്ല, പർവ്വതങ്ങളെ ഞങ്ങളുടെ മേൽ വീഴുവീൻ, ഞങ്ങളങ്ങ് ഇല്ലാതായിക്കൊള്ളട്ടെ, ഇത് സഹിക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. യാക്കോബിൻ്റെ കഷ്ടകാലം എന്ന് പറയുന്ന കാലഘട്ടത്ത് അന്തിക്രിസ്തു ഭരിക്കുമ്പോൾ അങ്ങനെയുള്ളൊരു ദുർഘട സമയം അവർക്ക് വരും. അപ്പോൾ അവർ കുത്തിവെങ്കിലേക്ക് നോക്കും, അപ്പോൾ അവർ മാനസാന്തരത്തിലേക്ക് വരും. അപ്പോൾ അതിനു മുമ്പ് സഭായുഗം കഴിഞ്ഞിരിക്കണം. യഹൂദൻ്റെ മത്സരവും കാഠിന്യവും കൊണ്ട് ദൈവത്തിൻ്റെ കാന്തയായി വേർതിരിക്കപ്പെട്ട ദൈവസഭയാണ് നാം. ദൈവസഭായുഗം കഴിഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ദൃഷ്ടി പിന്നെ പതിക്കുന്നത് ഇസ്രായേലിൻ്റെ മേലായിരിക്കും. അവർക്കൊരു വിടുതലുണ്ട്, ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടേണ്ട. എന്നാൽ ഇവിടെ ക്രിസ്ത്യാനികൾക്ക് ഉപദ്രവം ഉണ്ടായത് ലവോദിക്കയിലും ഈ പറഞ്ഞ 7 സഭകളോടുള്ള ബന്ധത്തിലും അവിടെയുള്ള സിനഗോഗുകൾ, യഹൂദന്മാരുടെ സിനഗോഗുകളിൽ നിന്നാണ് അപ്പോസ്തലന്മാർക്ക് ഉപദ്രവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അവർ പറയുന്നത് എന്താണ്? ഈ ആൻറ്റിയോക്കസ് എപ്പിഫാനസ് ആണ് ലവോദിസ്യ എന്നുള്ള പേര് ഇതിന് കൊടുക്കുന്നത്. ആൻറ്റിയോക്കസ് എപ്പിഫാനസ് നമ്പർ 2, എപ്പിഫാനസ് 1 ഉണ്ട്, 2 ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരായിരുന്നു ലവോദിക്യ അല്ലെങ്കിൽ ലവോദിസ്യ. അതിൻ്റെ ഒരു ലിറ്ററൽ മീനിങ് എടുത്താൽ ഇത്രയേ ഉള്ളൂ. ലവോദി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മനുഷ്യർ എന്നുള്ള അർത്ഥമാണ്. ദിഖ്യ അല്ലെങ്കിൽ ഡൈക്ക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ന്യായവിധി എന്നുള്ളതാണ്. ജനത്തിൻ്റെ ന്യായവിധി എന്ന് അതിനൊരർത്ഥം പറയാവുന്നതാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇവിടെ സഭയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇവർ ഉദാസീനമായ ഒരു സഭയാണ്. ഞങ്ങൾക്കെല്ലാം ഉണ്ട്, ഞങ്ങൾ സമൃദ്ധരാണ്, ഞങ്ങൾ റിച്ചാണ്. 2, ആലസ്യ പ്രകൃതി, ആലസ്യം, തൃപ്തി അടഞ്ഞിരിക്കുകയാണ്. റിച്ചാണല്ലോ, വെൽത്തി അല്ലേ, ഒന്നിനും കുറവില്ലല്ലോ. സ്വയസംതൃപ്തി, പൂർണ്ണ സമർപ്പണമില്ലായ്ക, ഇതുപോലെയുള്ള ചില കുറ്റങ്ങൾ ഇവരിൽ കാണുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഈ സാധാരണ രീതിയിൽ കർത്താവ് ഒരു ലെറ്റർ ഓരോ സഭയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നത്, അരുളി ചെയ്യുന്നവൻ, ഞാൻ അരുളി ചെയ്യുന്നു. എന്നിട്ട് അവരുടെ നന്മ വശങ്ങൾ പറയും. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. 3ാമതായിട്ട് കർത്താവ് പറയുന്നത് എന്താണ്? എന്നാൽ നിങ്ങൾ ഇന്ന കറക്ഷൻ ചെയ്യണം. ഉദാഹരണമായിട്ട് എഫെസോസ് സഭയോട് പറയുമ്പോൾ നിങ്ങളുടെ നല്ല പ്രവൃത്തികളൊക്കെ ഉണ്ട്, അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്ത് പറയുന്നു. എന്നിട്ടാണ് കംപ്ലൈൻറ്റ് പറയുന്നത്, നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറവ് നിങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ കോംപ്ലിമെൻ്റാണ് ആദ്യം പറയുന്നത്, അതിന് ശേഷമാണ് കംപ്ലൈൻറ്റ് പറയുന്നത്. എന്നാൽ ഈ സഭയോടുള്ള ബന്ധത്തിൽ പറയാൻ നേരത്ത് കർത്താവിന് ഒരു കോംപ്ലിമെൻറ്റും പറയാനില്ല, കംപ്ലൈൻറ്റ് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് അരുളി ചെയ്യുന്നത്, വിശ്വസ്തനും സത്യവാനുമായി സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. നമ്മൾ 1-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ഒരു യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു പ്രസ്താവനയോടെ കാണുന്നുണ്ട്. അഗ്നിജാലയ്ക്ക് തന്നെ തുല്യം കണ്ണുള്ളവനായി, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോട് സദൃശനും കാലുള്ളവനായി, വലിയ വെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ നാദമുള്ളവനായ ആ പ്രഭാപൂരിതനായ ക്രിസ്തേശുവിൻ്റെ ഒരു പ്രദർശനമാണ് യോഹന്നാൻ അപ്പോസ്തലന് ലഭിക്കുന്നത്. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, യേശുവിൻ്റെ ഗുണം പറയുന്നത്, വിശ്വസ്തനും സത്യവാനുമായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. ആമേൻ എന്നുള്ള പദത്തിലൂടെ നമ്മൾ പറയുന്ന ഒരു ഉറപ്പാണ്, ഒരു നിശ്ചയമാണ് അവിടെ കാണുന്നത്.
പൂർണ്ണതയാണ് കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ചിലർക്ക് തെറ്റിദ്ധാരിക്കുക, സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ. അപ്പോൾ ആരംഭം എന്ന് പറയുമ്പോൾ സൃഷ്ടിയുടെ ആരംഭമാണോ എന്നൊരു തെറ്റിദ്ധാരണ. അവിടെ പറഞ്ഞിരിക്കുന്ന പദത്തിൻ്റെ യഥാർത്ഥ ഭാഷയിൽ നിന്നുള്ള, മൂലഭാഷയിൽ നിന്നുള്ള വിശദീകരണം സൃഷ്ടിയുടെ ആരംഭം അവനാണെന്നല്ല, അവനാണ് ആദ്യ കാരകൻ, ആദ്യ കാരണം ഈ കർത്താവാണ് എന്നുള്ള സൂചനയാണ് അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിൽ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ആദികാരകൻ, ആദ്യ കാരണം എന്നല്ലാതെ സൃഷ്ടിയുടെ ആരംഭം എന്നുള്ള ലഘുവായ അർത്ഥത്തിലല്ല എന്നുള്ള അർത്ഥം നാം മനസ്സിലാക്കണം. കൊലോസ്യ ലേഖനം 1 അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ 15 തൊട്ടുള്ള വേദഭാഗങ്ങളിൽ പറയുന്നു, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തിരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തിരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെടുന്നു. അതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ സർവ്വത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിലും ആധാരമായിരിക്കുന്നു, അവൻ സഭയെന്ന ശരീരത്തിൻ്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യമായി എഴുന്നേറ്റവനുമാകുന്നു. ഇതിൽ കൂടുതൽ വല്ലതും ക്രിസ്റ്റോളജിയെക്കുറിച്ച് പഠിപ്പിക്കാനുണ്ടോ, പറയാനുണ്ടോ? ഇവൻ ആരാണ്? ആദ്യ കാരകൻ. ഇപ്പം അതിന് ആഡിക്വറ്റായിട്ടൊരു പദം ഞാൻ പറയുകയാണെങ്കിൽ വേറൊരു മതത്തിൽ നിന്ന് കടമെടുക്കുന്നത് കൊണ്ട് ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ പഠിക്കാനായിട്ടും പറയാനായിട്ടും ഒക്കെ, ഇപ്പം ഹിന്ദുക്കളുടെ മതത്തിൽ ഓം എന്നൊരു പദമുണ്ട്. ഓം എന്നുള്ളതിൻ്റെ അർത്ഥം വാക്ക് എന്നുള്ള അർത്ഥമേ ഉള്ളെങ്കിലും ആദ്യ കാരകം എന്നുള്ളൊരർത്ഥമുണ്ട്. അപ്പം യേശു പറയുന്നത് ഞാൻ ആദ്യമാണ്, ഞാൻ ആരംഭമാണ്, സർവത്തിൻ്റെയും ആധാരം, സകലതും താൻ മുഖാന്തരവും തനിക്കായും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് അവിടെ കാണുന്നത്. ഈ സഭയെക്കുറിച്ച്, മറ്റുള്ള സഭകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾ കഷ്ടതയിലൂടെ പോകുന്നു എങ്കിലും നിങ്ങൾ സ്ഥിരമായി നിൽക്കുന്നു എന്നൊക്കെയുള്ള കമൻറ്റേഷൻ കൊടുക്കാറുണ്ട്. ഇവിടെ ഒന്നും പറയാനില്ല. ആരോപണം, കുറ്റാരോപണം അല്ലാതെ ഒന്നും പറയാനില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നിങ്ങൾ ഉദാസീനരാണ്, നിങ്ങൾ അലസരാണ്, നിങ്ങൾ സ്വയം സംതൃപ്തി അടച്ചിരിക്കുന്നവരാണ്, നിങ്ങൾ പൂർണ്ണമായ സമർപ്പണം ഇല്ലാത്തവരാണ്. കുറ്റം 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 മാത്രമുള്ള ലബോദിക്ക സഭ. നിങ്ങൾ ശീതോഷ്ണവാനാരാണ്? ശീതോഷ്ണം, ചൂടുള്ള വെള്ളം കുടിക്കാൻ കുഴപ്പമില്ല, ഞാൻ ചൂടുവെള്ളം കുടിക്കും കേട്ടോ. ചിലർ തണുത്ത വെള്ളം കുടിക്കുകയുള്ളൂ, തണുത്ത വെള്ളത്തിന് തായ്സിട്ടേ കുടിക്കുകയുള്ളൂ. ഞാൻ ചൂടുവെള്ളം കുടിക്കും, എനിക്കിഷ്ടമാണ്. ചൂടുവെള്ളം കുടിക്കാം, തണുത്ത വെള്ളവും കുടിക്കാം, വാട്ടർ വെള്ളം കുടിക്കാൻ കൊള്ളുമോ? ഇതാണ് ഇവിടെ കർത്താവ് പറയുന്നത്. കർത്താവിന് ഈ ശൈലിയൊക്കെ അറിയാം, ഇന്നത്തെ ശൈലിയൊക്കെ ആയിട്ട് അന്നും കാണും. കർത്താവ് പറയുകയാണ്, നീ ഉഷ്ണവാനായിരുന്നെങ്കിൽ ഞാൻ അങ്ങ് സഹിക്കായിരുന്നു, നീ ശീതവാനായിരുന്നു, തണുത്തവനാണെന്നേലും ഞാൻ അങ്ങ് സഹിക്കായിരുന്നു. നീ ശീതോഷ്ണവാനാകിയാൽ എൻ്റെ ഉള്ളിലോട്ട് എന്നാൽ എൻ്റെ സ്റ്റൊമക്കിന് ട്രബിൾ ഉണ്ടാകുന്നത് കൊണ്ട്, ഞാൻ ഉണ്ടാകാൻ സാധ്യതയുള്ളത്, ഞാൻ നിന്നെ അങ്ങ് തുപ്പുമെന്നാണ് പറയുന്നത്. ഉമിഴ്ന്ന് കളയുക എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും അർത്ഥം പിടികിട്ടുകയല്ലേ. ഉമിഴ്ന്ന് കളയുന്നത് എന്തുവാണ്? ഉമിഴ്ന്ന് കളയുക എന്ന് വളരെ ഒറ്റ വാക്കുകൾ, ഐ വിൽ സ്പിറ്റ് യു ഔട്ട്. കാരണം ഇതെന്നെ ഡിസ്റ്റർബ് ചെയ്യും, ഇതെന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ നിന്നെ അങ്ങ് തുപ്പിക്കളയും. കർത്താവ് പറയാം, ഈ ഒരവസ്ഥയിൽ നമ്മളാകാൻ പാടില്ല ഒരിക്കലും. ഹല്ലേലൂയ. ഈ സ്വയം സംതൃപ്തി, ഞാൻ ഏതാണ്ടൊക്കെ ആണ്, അത് നിർഭാഗ്യമാണെന്ന് കർത്താവ് പറയുന്നു. ഹല്ലേലൂയ. ഇവൻ്റെ സ്വന്തം വിചാരം എന്താണെന്നറിയാമോ? ഞാൻ ധനവാനാണ്, സമ്പന്നനാണ്, ഒന്നിനും മുട്ടില്ലാത്തവനാണ്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ 20-ാം വാക്യം ഒന്ന് വായിച്ചേ. നിന്റെ ഉള്ളിൽ ഞാനില്ല എന്ന കർത്താവ് അവിടെ തീർത്ത് പറയുക. 3:20. നമ്മൾ പലപ്പോഴും ഇത് മറ്റുള്ളവരോട് സുവിശേഷം പറയുമ്പോൾ ഉപയോഗിക്കുന്നൊരു വാക്യമാണ്. വിശ്വാസികളോടല്ല, ഹിന്ദുക്കളോടോ യേശുവിനെ കുറിച്ച് അറിയത്തില്ലെന്ന് നമുക്ക് തോന്നുന്നവരോടോ മറ്റ് വിഭാഗത്തിൽപ്പെട്ടവരോടോ ഒക്കെ നമ്മൾ പറയുന്നൊരു കാര്യമാണ്, ഞാൻ നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിക്കൽ വന്ന് ഈ സുവിശേഷം ഷെയർ ചെയ്യുമ്പം മിക്കവാറും സുവിശേഷകർ അത് ഉപയോഗിക്കും. ഞാനും പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ജാതിയോടല്ല ഇത് പറയുന്നത്,
പുറജാതിയിൽപ്പെട്ടവനോടല്ല ഇത് പറയുന്നേ. ഒരിക്കൽ ലവോദിക്ക സഭയുടെ അംഗങ്ങളായിരുന്നവരോടാണ് കർത്താവ് ഇത് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിൻ്റെ ഉള്ളിലില്ല, ഞാൻ നിൻ്റെ ഹൃദയത്തിലില്ല, ഞാൻ പുറത്താണ്. ഞാൻ പുറത്തുനിന്ന് നിന്നുകൊണ്ട് നിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടി വിളിക്കുന്നു. നീ എന്നെ തിരസ്കരിച്ചു, എങ്കിലും ഇന്ന് ഞാൻ നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടി വിളിക്കുക, സഭയെ, വ്യക്തിയെ എന്നുള്ള നിലയിൽ മുട്ടി വിളിക്കുന്ന യേശു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ആ വ്യക്തിയോട്, ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവരെല്ലാം രക്ഷിക്കപ്പെട്ടവരല്ലെന്ന് കാണിക്കാനായിട്ട് അദ്ദേഹം ഒരു കാതലിക് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ. ഞാൻ അവിടെ ഒരു സീറ്റ് ഇരുന്നപ്പോൾ ഇരുന്നിടത്തോട്ട് ലീലാമ്മ ഇരുത്തിയിട്ട് പറഞ്ഞു, അവിടെ ഇരുന്നോ, എന്നെ കൂടി ഇവിടെ ഇരുന്ന് ശകലം ഒന്ന് ഇരുത്താൻ പറഞ്ഞു. ഇരുത്തിയിട്ട് ഞാനൊരു ചെറിയ തെള്ള് വെച്ച് കൊടുത്തു. ലീലാമ്മ കുറച്ച് പുറത്തോട്ട് പോയി. ഒരു തെള്ളൂടെ കൊടുത്തപ്പോൾ ലീലാമ്മ സീറ്റിൽ നിന്ന് വെളിയിൽ പോയി. ഞാൻ അവിടെ ഇരിക്കുക. ഇതുപോലെ പല ക്രിസ്ത്യാനികളുടെ അനുഭവം. ഇവർ ഹൃദയസിംഹാസനത്തിൽ യേശുവിനെ ക്ഷണിച്ചു, വരുത്തി, ഹൃദയസിംഹാസനത്തിൽ കർത്താവും രക്ഷിതാവുമാണെന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയസിംഹാസനത്തിൽ യേശുവിനെ പരമാധികാരിയായി രാജാവായി അംഗീകരിച്ചവരാണ് ഒരു നാൾ. കാലക്രമത്തിൽ ഇവർക്ക് വ്യത്യാസം വന്നു. ഇവർ ധനാഢ്യരാണ്, ഇവർക്കൊന്നിനും കുറവില്ല. ലവോദിക്ക ഇരിക്കുന്ന സ്ഥലത്ത് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടെന്ന്, കണ്ണാശുപത്രിയുണ്ട്, കണ്ണിന് പുരട്ടേണ്ട ചില ലേപങ്ങൾ ഉണ്ടാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട് അന്നത്തെ രീതിയിൽ. ഇതെല്ലാം ഉള്ളവർ പറയുക, എനിക്ക് നല്ലപോലെ കാണാം, ഞാൻ ഈ ലേപനം ഉണ്ടാക്കുന്ന ആളാണ്, ഒന്നിനും കുറവില്ല, ധനമുണ്ട്. ആ കാലത്ത് കറുത്ത കമ്പിളിയുടെ ഹോൾസെയിൽ യൂറോപ്പിലൊക്കെ എത്തിക്കുന്ന ബിസിനസ് അവർക്കുണ്ട്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് പോലും അവർക്ക് വേണ്ട സിറ്റി റീബിൽഡ് ചെയ്യാൻ. ഇതുപോലെയുള്ള സമ്പത്ത് ഈ സഭയ്ക്കുമുണ്ട്. ഹൃദയ സിംഹാസനത്തിൽ നിന്ന് യേശു മാറി സ്വയം അവരുടെ ഹൃദയത്തിൽ വന്നു. ഈ അവസ്ഥയിലുള്ള വിശ്വാസികൾ എത്രയോ പേര് ഇന്ന് ഉണ്ട്. വേർതിരിക്കപ്പെട്ട സഭ എന്ന് പറയപ്പെടുന്ന സമൂഹങ്ങളുണ്ട്. അല്ലെങ്കിൽ ബ്രദറുകാരെ, അല്ലെങ്കിൽ ഈ പെന്തക്കോസ്തുകാരൊക്കെ പറയും ഞങ്ങൾ എല്ലാവരും യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുള്ള ദൈവകുഞ്ഞുങ്ങളാണ്. എന്നാൽ ഈ അനുഭവം ഉള്ളവരില്ലേ? ഒരു സമയത്ത് യേശു ഹൃദയ സിംഹാസനത്തിൽ രാജാവായിരുന്നെങ്കിൽ ഇന്ന് അവനൊരു റെസിഡന്റ് പോലും അല്ലാത്ത അനുഭവത്തിൽ പ്രസിഡന്റിന്റെ പൊസിഷൻ കളഞ്ഞു, റെസിഡന്റിന്റെ അനുഭവം മാറ്റി വെളിയിൽ തള്ളിയിരിക്കുന്ന അനുഭവമുള്ള ക്രിസ്തീയ വ്യക്തികൾ, ക്രിസ്ത്യാനികൾ എന്ന് പറയപ്പെടുന്നവർ മാനസാന്തരപ്പെടണം. ഇത് ലവോദിക്ക സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന മെസ്സേജ് പോലെ തന്നെ നമുക്കും ഇന്ന് ഇത് എടുത്തെടുക്കേണ്ട ഒരു ഉപദേശമാണ്. നമ്മുടെ അവസ്ഥ അങ്ങനെയോ? ഞാനീ പറയുന്നത് ഇവിടെ ഇരിക്കുന്നവരൊക്കെ രക്ഷിക്കപ്പെട്ടവരാണെന്നും നമ്മൾ ക്രിസ്തുവിനെ ഭക്തിപൂർവ്വം ആരാധിക്കുന്നവരാണെന്നും അറിയാൻ കഴിഞ്ഞിട്ടല്ല. ഈ അവസ്ഥയിലുള്ള അനേക ക്രിസ്തീയര് സമൂഹങ്ങളിന്നുണ്ട്, വേർപെട്ട കൂട്ടങ്ങളിൽ എന്നുള്ളത് നാം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്നു, ഞാൻ നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിക്കൽ വന്ന് മുട്ടി വിളിക്കുന്നു. അപ്പം യേശുവിൻ്റെ ആഗ്രഹം ഒരുത്തൻ പിന്മാറ്റത്തിൽ പോയാലും അവനെ തള്ളിക്കളയണമെന്നുള്ളതല്ല, തിരിച്ച് ഹൃദയത്തിലേക്ക് കയറി വരണമെന്നുള്ള ആഗ്രഹമാണ്. ഹല്ലേലൂയ. നീ സ്വത്തുകാരനാണെന്ന് എനിക്കൊരു തോന്നലുണ്ട് ലവോദിക്ക സഭയെ, പക്ഷേ നീ പോവർട്ടിയിലാണ് ആത്മീയ നിലവാരത്തിൽ. അതുകൊണ്ട് വിലയേറിയ പൊന്ന് എന്നോട് വാങ്ങിച്ചോളാനാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വിലയേറിയത് എന്നിൽ നിന്ന് മാത്രമേ നിനക്ക് ലഭിക്കുകയുള്ളൂ. ഭൂമിയിൽ പൊന്ന് വിലയേറിയതായിരിക്കാം, പക്ഷെ ദൈവസന്നിധിയിൽ അത് ഒന്നുമല്ല. എന്നാൽ നിനക്ക് വിലയേറിയത് ആകേണ്ട വിഷയങ്ങൾ, അല്ലെങ്കിൽ നിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പൊന്ന്, എന്നോട് വിലയ്ക്ക് വാങ്ങ്. നീ നഗ്നനാണ് ആത്മീയത്തിൽ, അതുകൊണ്ട് നീ എന്ത് വേണം? വിശുദ്ധിയുടെ വെള്ളയുടുപ്പ് എന്നോട് വാങ്ങിച്ചു. വിശുദ്ധി, ആത്മീയ സമ്പന്നത. ആത്മീയമായി നീ നഗ്നനാകിയാൽ വിശുദ്ധിയുടെ വെള്ളയുടുപ്പ് എന്നോട് നീ വാങ്ങിക്കൊള്ളുക. നീ കണ്ണിനെഴുതുവാൻ ലേപം ഉണ്ടാക്കുന്ന ഫാക്ടറികൾ, മെഡിക്കൽ കോളേജുകളുള്ള ഒരു സ്ഥലമാണ്. നിനക്കതിൽ അഭിമാനമുണ്ട്, എനിക്കെല്ലാം കാണാം, അറിയാം. എന്നാൽ നീ അന്ധനാകിയാൽ, ഹല്ലേലൂയ, ആത്മാഭിഷേകമാകുന്ന തൈലം
എന്നോട് വാങ്ങി നിൻ്റെ അന്ധതയെ മാറ്റുക, പരിശുദ്ധാത്മാവിനാൽ നിറയുക. ഇതാ കർത്താവിന് ലവോദിക്ക സഭയോട് പറയാനുള്ളത്. നിനക്ക് ആത്മീയമായിട്ടൊന്നുമില്ല. വിശുദ്ധിയുടെ വസ്ത്രം, വെള്ളവസ്ത്രം, വിലയേറിയ വചനമാകുന്ന മുത്തുകൾ, പൊന്നെ, നീ അന്ന് ആത്മീയ അന്ധകാരത്തിൽ ഇരിക്കുന്നതിനാൽ എഴുതുവാൻ ലേപനം എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ തൈലം, അഭിഷേകം എന്നോട് വാങ്ങിക്കാൻ പറയുക. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ മന്ദഗതിയിൽ കിടക്കരുത്, തീഷ്ണതയുള്ളവരായി മാറണം. നമുക്കൊരു ഉണർവ് വേണം. ഈ ലെറ്റർ എഴുതുന്നതിൻ്റെ ഉദ്ദേശം ഒരു റിവൈവൽ സംജാതമാകുവാനാണ്. ഉറങ്ങിക്കിടക്കുന്ന സഭയ്ക്ക് ഒരു ഉണർവുണ്ടാകണം. അതാണ് കർത്താവിൻ്റെ ഉദ്ദേശം. ഒരു തീഷ്ണത അല്ലെങ്കിൽ ഒരു എരിവ് സഭയ്ക്ക് ഉണ്ടാകണമെന്നുള്ളതാണ്. മന്ദാവസ്ഥയിൽ അല്ലിരിക്കേണ്ടത്, തീഷ്ണതയുള്ളവരായി സഭ മാറണം, വിശ്വാസികൾ രൂപാന്തരപ്പെടണം. എന്നിട്ടൊരു വാഗ്ദത്തോടെ പറയുന്നുണ്ട് 21-ാം വാക്യത്തിൽ, വായിച്ചാട്ടെ. ജയിക്കുന്നവന് എന്നോടുകൂടെ സിംഹാസനത്തിലിരിപ്പാൻ ഞാൻ വരം തരും. അപ്പം ദൈവസഭയെ ഈ 1000 ആണ്ട് വാഴ്ചയിൽ സഭയെ ഈ ലോകത്തിൽ കർത്താവ് ഭരിക്കുമ്പോൾ സഭ ഇരിക്കുന്നത് യേശുവിന് ചുറ്റുമല്ല, യേശുവിനോട് കൂടാ. അത് തോട്ടത്തിൽ അച്ഛൻ ഒരിക്കൽ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, എടാ അതെങ്ങനെ പറ്റും? ഈ കൂടെ ഇരുത്തുക എന്ന് നമുക്ക് പറഞ്ഞാൽ അടുത്ത് സീറ്റുണ്ടെങ്കിൽ അവിടെ ഇരുത്താമെന്ന് മനസ്സിലാകും. എന്നോട് കൂടെ ഇരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ അച്ഛൻ അതിനൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞു. നിങ്ങളാരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പുള്ളി ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, സഭയുടെ തലയാരാ? ക്രിസ്തു. ശരീരം ആരാ? സഭ. അപ്പോൾ പിന്നെ ഒരു സീറ്റല്ലാതെ 2 സീറ്റ് വേണോ? തലയും ശരീരവും ഒന്നാണെങ്കിൽ, ഒന്നോടൊന്ന് ചേർന്നിരിക്കുകയാണെങ്കിൽ പിന്നെ ഒരു എന്നോടുകൂടെ സിംഹാസനത്തിലിരിപ്പാൻ വരം തരുമെന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ അദ്ദേഹം പറഞ്ഞെങ്ങനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. നാം കർത്താവിനോട് കൂടെയാണ് സിംഹാസനത്തിലിരിക്കുന്നത്. കർത്താവ് 1000 ആണ്ട് വർഷം ഈ ഭൂമിയെ വാഴുമ്പോൾ ജയിക്കുന്നവനെ എന്നോടുകൂടെ സിംഹാസനത്തിലിരിപ്പാൻ ഞാൻ വരം തരും. അതാണ് കർത്താവ് പറയുന്നത്. ഇനി നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം എടുക്കാം. അതിൻ്റെ 2 തൊട്ട് 4 വരെയുള്ള ഭാഗങ്ങളൊന്ന് വായിച്ച്. മതി. അപ്പോൾ അവിടെയൊക്കെ ഈ 24 മൂപ്പന്മാരിരിക്കുന്നതിനെക്കുറിച്ചൊക്കെ അവിടെ വിശദീകരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. പ്രൈസ് ദ ലോർഡ്. ഇവിടെ പറയുന്നത്, സഭയെ നീ എല്ലാം ഉണ്ടെന്നുള്ള തൃപ്തിയിലാണ് നീ ഇരിക്കുന്നത്. പക്ഷേ നിനക്ക് ആത്മീയമായ സമ്പന്നതയില്ല. നിനക്കെല്ലാം അറിയാം, എൻ്റെ കണ്ണിന്ന് വേണ്ട രീതിയിൽ കാണുന്നുണ്ടെന്നുള്ളതാണ് നിൻ്റെ ചിന്ത. പക്ഷെ നീ കുരുടനാണ്. അതുകൊണ്ട് നീ മാനസാന്തരപ്പെടണം. ഞാൻ നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടി വിളിക്കുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം, ആ ഏദൻ തോട്ടത്തിൽ ആദമോവന്മാർ പാപം ചെയ്തതിലൂടെ സകലതും മനുഷ്യരെ അതിശിക്ക് നഷ്ടപ്പെട്ടു. തേജസ് നഷ്ടപ്പെട്ടു, ബഹുമാനം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. ദരിദ്ര കോലമായി അവൻ മാറി. നിത്യനരകത്തിന് അവകാശിയായി അവൻ ഭവിച്ചു. എന്നാൽ അതിൽ നിന്ന് വിടുതൽ കൊടുക്കുവാൻ മനുഷ്യനായി അവതരിച്ച ക്രിസ്തേശു കാൽവറി ക്രൂശിൽ വില തന്നെ കൊടുത്തു. രക്ഷ സൗജന്യമാണ്. എന്നാൽ അതിന് ദൈവം കൊടുത്ത വില വലുതാണ്. താൻ സ്നേഹിക്കുന്ന പുത്രൻ്റെ അവസാനത്തുള്ള രക്തം വരെ ഊറ്റി തരുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുത്തു. ആ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് മക്കളായിരിക്കുന്നുവെന്ന് ബോധമുള്ള ദൈവമക്കൾ നമ്മുടെ സമ്പന്നാവസ്ഥയിലിരിക്കാനല്ല, എനിക്ക് കൂടുതൽ വേണം. ഒരാത്മീയമായ ദാരിദ്ര്യം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു. അപ്പോൾ ആത്മീയമായി എനിക്കിനിയും വേണം. ഞാൻ ദരിദ്രനാണ്, ഞാൻ സമ്പന്നനൊന്നുമല്ല, എനിക്കൊരു ആത്മീയ ഉണർവ് വേണം, ഉയർച്ച വേണം, മന്ദഗതിയിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണം. അപ്പോൾ ആദമിന് നഷ്ടപ്പെട്ടതിനെ തിരികെ തരുവാൻ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്ന് സഫർ ചെയ്തെങ്കിൽ അവനെ സ്നേഹിക്കുകയും സേവിക്കുകയും അവനെ കൈക്കൊണ്ട് മക്കളായി തീരുവാൻ, അവകാശികളായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. തീഷ്ണതയോടെ
ദൈവിക ശുശ്രൂഷയിൽ നമുക്ക് മുന്നേറാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ.